നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇസ്ന മോളുന്നുണ്ട് അല്ലേ, ജീവനെ കൊണ്ടുവിടെ. ഓക്കെ, നമ്മളെ ഇസ്നക്കുട്ടീൻ്റെ ഒരു കിടിലൻ എന്താ പറയുക പെർഫോമൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് കണ്ടാൽ മതി. ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മൾ വൈകുന്നേരമാണ് ഇടുക. അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റയിലുള്ള വീഡിയോ ഇട്ടിട്ട് എല്ലാവരും കാണുക. അതിനാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നത്. സ്കൂള് എത്തിയതും ഒന്നും പറയണ്ട, മൂപ്പർക്ക് ഭയങ്കര തിരക്കാണ്. ടൂറിൻ്റെ ബസ്സിൽ പനി. നമ്മളിതാ ഷോപ്പിലെത്തി. എനിക്ക് ഷോപ്പ് തുറന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തടിയാ ഇന്നത്തെ പരിപാടി മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സെൻറ്റർ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇസ്ന മോളെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ, അടിപൊളി ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ. ഓക്കെ ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ റേറ്റ് വന്നിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് നേരെ ഡബിൾ വരുന്നതായിരുന്നു അല്ലേ. നമ്മളെ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 9-ാം തീയതിയാണ് നമുക്കിനി വരേണ്ടത്. ട്രീറ്റ്മെൻറ്റിൽ ഭയങ്കര കെയർ ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അതുമാത്രമല്ല എക്സ്റേ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെന്റൽ കോളേജാണ്, എല്ലാ ഫെസിലിറ്റിയും അവിടെ അവൈലബിൾ ആണ്. ആ കാർഡുള്ള കുട്ടികൾ അവിടെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ 20 to 30% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ചില ട്രീറ്റ്മെന്റ് ഫ്രീയുമാണ് ഈ കാർഡുള്ള കുട്ടികൾക്ക്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും യൂസ് ചെയ്യുക, എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക ഇങ്ങനെയുള്ള ഓഫറും കാര്യങ്ങളൊക്കെ. ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത മക്കളെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈസ് റൂട്ട് മാപ്പ്. ഇന്ന് ജീവമാന റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ കൂടെ ഇന്ന് ഇസ്ന മോളുന്നുണ്ട് അല്ലേ, ജീവനെ കൊണ്ടുവിടെ. ഓക്കെ, അപ്പോൾ ട്രെയിൻ ഇതാ വന്നോണ്ടിരിക്കും. ഇന്ന് ലേറ്റ് അല്ലേ ട്രെയിന്? നമ്മൾ ട്രെയിനൊക്കെ ആക്കും, ട്രെയിൻ നമ്മളൊക്കെ ആക്കൂല. S8 കയറി. അതെയാ, എപ്പാ പിടിച്ച് പുറത്തിടുകയെന്നറിയില്ല. സമയം 7:20. 7:15 കിട്ടിയില്ല ട്രെയിന്. അങ്ങനെ വിശ്വാസം ഇതേടിയാ നടന്നിങ്ങനെ പോന്നെ. എന്താ പരിപാടിൻ്റെ പെണ്ണ് രാവിലെ തന്നെ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ എണീച്ചിന്. ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, കയറിക്കോ. ഇല്ല അതാ വാ ഗേസ്, ഇതാ ട്രെയിൻ വിട്ട്. അപ്പോൾ ഇനി നമ്മളെന്താ പരിപാടി? വീട്ടിൽ പോന്ന. അപ്പോൾ ഗേസ് നമ്മളിതാ ഹൈവേയിലുള്ളത്. ഇതാ ജിയന റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ ഇവിടെ വന്ന് ജസ്റ്റ് എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് അത് ഇതിപ്പോൾ രാവിലെ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് 9 മണിക്ക് ആ ഒരു സമയത്താണ്. അപ്പോൾ അതിപ്പോൾ ഇനി ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട്. നമ്മളെ ഇസ്നക്കുട്ടീൻ്റെ ഒരു കിടിലൻ എന്താ പറയുക പെർഫോമൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് കണ്ടാൽ മതി. ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മൾ വൈകുന്നേരമാണ് ഇടുക. അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റയിലുള്ള വീഡിയോ ഇട്ടിട്ട് എല്ലാവരും കാണുക. അത് ഞാൻ യൂട്യൂബിലും നാളെ ഇടുന്നതാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം അല്ലേ. ഇങ്ങനത്തെ നല്ല നല്ല ക്ലിപ്പ് നമ്മൾ ഉണ്ടാക്കൂല ഇനിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്താ പറയണ്ടേ, സയാനും അമ്രക്കുട്ടി അവിടെ എണീറ്റിട്ടുണ്ടാവും. നമ്മൾ 7 മണിക്ക് വന്നതാണ്, ഇപ്പോൾ ഏകദേശം 8:45 അല്ലേ. അപ്പോൾ ഗേസ് നമ്മളിതാ താഴ്ന്ന് വീഡിയോന്ന് സാധനമൊക്കെ വാങ്ങി നമ്മളിത് വീട്ടിലെത്തിയിരിക്കുന്നു ഗേസ്. എല്ലാവരും എണീച്ച അമ്ര എണീച്ചിനാ. അല്ലാ പഠിച്ചവനെ, അതാ അമ്രക്കുട്ടി, അസ്സലാമലൈക്കും. അടിക്കല്ല, നീ എണീച്ചിനാ? നീ ഇപ്പൊ എണീച്ചേ? അതെയാ, നമ്മളൊരു വീഡിയോ എല്ലാം ചെയ്ത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇനി അടുത്ത അമ്രക്കുട്ടീൻ്റെ വീഡിയോ ചെയ്യണേ നമുക്ക്. ഓക്കെ ഓക്കെ,
ഓക്കെ പറ കേൾക്കണില്ല കേൾക്കാനെ വിളിക്കാം. അപ്പോൾ ഗേസ് നമ്മൾ പഞ്ചസാര തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പഞ്ചസാരയും ബിസ്ക്കറ്റ്. യെസ് സ്കൂളിൽ ടൂറ് പോകുന്നതാണ്. അപ്പോൾ 12 o'clock പോകുന്നത് ഗേസ് അല്ലേ? എവിടെയാ പോകുന്നത് ഇഷ്ടക്കറിയോ? അറിയില്ല ചോദിക്കണ്ടേ? അല്ല നോക്കട്ടെ പാപ്പ ചോദിക്കാം. അപ്പോൾ ഗേസ് അതൊക്കെ വിശേഷങ്ങളൊക്കെ കാണാം. ഇനിയിപ്പം എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ലേറ്റ് ഇന്നെന്താ? ഓ പത്തിരിക്ക് അരിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടണം. അതുപോലെ തന്നെ ചിക്കൻ കറി, നമ്മൾ സ്പെഷ്യൽ ചിക്കൻ കറി, ചിക്കൻ കുരുമുളക് ഇട്ട കറി അല്ലേ? യെസ്. അപ്പൊ ഗൈസ് ഇതാ ഫാപ്പ ഫുഡ് ഉണ്ടാക്കുന്നതാണ്. യെസ് ഗൈസ്, ഇന്നത്തെ നമ്മളെന്ന് വെച്ചാല് പത്തിരി. ഫാപ്പ ഇത് എങ്ങനെയാ പരത്തുന്നേ? പാപ്പ ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് ഉരുട്ടിയാക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഈ പ്ലേറ്റ് വെച്ചിട്ട് അമർത്തല. ഇതെല്ലാം നമ്മളെ ജീവമാന്റെ കണ്ടിട്ട് പഠിച്ചതാണ് കേട്ടാ. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി പത്തിരി റോട്ടി പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാണിച്ചെടുക്കട്ടെ കണ്ടാ ജസ്റ്റ് ഇതാ ഇങ്ങനെ എന്താ വെച്ചാൽ തടി കൂടിയിട്ടാണ്. നമ്മൾ അറിയില്ല, ഇത് ഫസ്റ്റ് ആയിട്ടാണ് ഫാബോ ചൂടുന്നത്. ആ ഒരു എന്താ പറയണ്ടേ കുറവും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആയിട്ടുണ്ട്. അടിപൊളി നല്ല പത്തിലും ചിക്കൻ കറി നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ ചിക്കൻ കറി ഇതാ ചിക്കൻ കുരുമുളക് ഇട്ടതാണ് കേട്ടോ. ഓക്കെ, ഏതായാലും നിങ്ങൾ പോയി കളിക്ക്. അപ്പോഴത്തേക്ക് ഞാൻ ചുടുത്ത് കംപ്ലീറ്റ് ആക്കട്ടെ. കളിയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യും. അപ്പോഴത്തേക്ക് ചുടിട്ടെ നിങ്ങൾ ഫോൺ ചാർജിലിട്ട് ഉണ്ട് കളിച്ചു. ഫ്രണ്ട്സ് നമ്മളിതാ എല്ലാവരും ഡ്രസ്സെല്ലാം മാറ്റി ഫസ്റ്റ് തന്നെ അല്ലേ? ഇന്ന് ആമ്പ്രക്കുട്ടി ഇപ്പോൾ ടൂറ് പോവാന്ന് സ്കൂളിൽ നിന്ന്. അതുതന്നെ നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് ജാമോന് കടയിലിരിക്കും. ഇതാ നമ്മളെ കുഞ്ഞിയ പൊറോട്ടീൻ്റെ ചെറുത് അതായത് കുഞ്ഞു പൊറോട്ടി നമ്മൾ പേരിട്ടെ അടിപൊളിയായിക്കിട്ടല്ലേ അമ്ര? ഇഷ്ടപ്പെട്ടിക്കാ? എടുത്തോ എല്ലാവരും. ഓക്കെ, എങ്ങനെ നല്ല പൊള്ളുന്ന കുഞ്ഞു റോട്ടി. എന്ത് രസ, സോഫ്റ്റ് ഇല്ലേ ചെയ്യാ? അതും ഈ കുരുമുളക് ഇട്ട ചിക്കനുമായിട്ട് എന്ത് രസം. അടിപൊളി. അപ്പൊ ഗൈസ് നമ്മൾ ഇത് കഴിച്ചു കേട്ടെ എന്നിട്ട് നമുക്ക് കാണാം അല്ലേ? റോട്ടി എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഒന്നും നോക്കണ്ടേ അല്ലേ? അന്നേരം ബാബു ഓർത്തെ ഇങ്ങനെ കുരുമുളക് ഇട്ട ഈ ചിക്കൻ കറിയില്ലേ? ഞാൻ ഇന്ന് ലിവർ എടുത്ത് ചിക്കൻ്റെ ലിവർ ഇതും കൂട്ടിയിട്ടിങ്ങനെ സത്യം പറഞ്ഞാല് ഞാൻ വെച്ചെന്ന് പറയില്ല, കുറച്ച് സ്പൈസി കൂടുതൽ അല്ലേ? പക്ഷേ അടിപൊളി ടേസ്റ്റാ. കുട്ടിയൊക്കെ എരിവുണ്ട്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മീൻസ് എടുക്കാം ഇല്ല അന്നത്തൊന്നും അടിച്ചു കയറ്റി. ഓക്കെ നിർത്തുന്നിട്ടെ. നമ്മൾ ലേറ്റ് ആയി വേണ്ട. നമ്മുടെ കുട്ടി മുമ്പ് കയറിക്കോ. സ്കൂള് എത്തിയതാ ഓർമ്മയുള്ളൂ. അമ്രക്കുട്ടി സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു ഓട്ടോ ഓടിയിന് സ്കൂളിലേക്ക്. പിന്നെ അവളെ കണ്ടിക്കില്ലേ നമ്മള്. അങ്ങനെ അവളെ സ്കൂളിലേക്ക് അങ്ങ് കയറിപ്പോയ സമയത്ത് പ്രിൻസിപ്പളിനെ കണ്ട്. പ്രിൻസിപ്പൾ കഴിഞ്ഞ ദിവസം അവിടെ എക്സ്പോ ഉണ്ടായിരുന്നു. എക്സ്പോന് എനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല ചില കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ആ എക്സ്പോൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എക്സ്പോയിൽ ഡെൻ്റൽ കോളേജിൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ഒരു ദിവസം. അന്ന് ഇസ്ന മോള് അവിടെ ആ ക്യാമ്പിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പോവുകയാണ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവിടുന്ന് നമ്മൾ മെല്ലെ ഇറങ്ങി. ഇതാ നമ്മളിതാ ഷോപ്പിലെത്തി. എനിക്ക് ഷോപ്പ് തുറന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഐഡിയ ഇന്നത്തെ പരിപാടി പല്ലിൻ്റെ ഡെൻ്റൽ കോളേജിലേക്കാണ് നമ്മളിനി പോകുന്നത്. നമ്മളെ പല്ല് എന്താ പറയണ്ടേ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ കേസ് നമ്മളിത് ഇവിടെ എത്തിയിട്ട് ഇത് മാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ ഹോസ്പിറ്റൽ. ഓക്കെ, ഇവിടെയാണ് ഇവിടെ കാണിക്കണ്ടേ. ഇതിൽ തന്നെ റിസപ്ഷനിലേക്ക് വരാം. ഓക്കെ, കാണി ആ കടലാസ് കാണി. ഇതാണ് നമ്മൾ സ്കൂളിൽ നിന്ന്
ഇവർക്ക് കൊടുത്തൊരു സ്ലിപ്പാണിത്. ഇതിവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഫ്രീ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാമല്ലോ അല്ലേ. അതുകൂടാണ്ട് നമുക്ക് ഇവിടുത്തെ കാർഡുണ്ട്. ഇവിടെ 50 ഉറുപ്പിക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ കാർഡ് കിട്ടും. ഇതേപോലത്തെ ഇതിലും നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. കൺസൾട്ടിങ് 50 ഉറുപ്പികയെന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള അഡീഷണൽ ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഡിസ്കൗണ്ടും കിട്ടും. ഓക്കെ, ആംബുലൻസ് ബാ. അങ്ങനെ ഞാൻ റിസപ്ഷനിൽ പോയി ആ കാർഡൊക്കെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഈ എക്സിബിഷനിൽ പങ്കെടുത്തപ്പോൾ തന്ന ആ ഒരു കാർഡ് കാണിച്ചാൽ മതി. അത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും അതുപോലെ തന്നെ ചില ട്രീറ്റ്മെൻറ്റൊക്കെ ഫ്രീയും ലഭിക്കുന്നതാണ്. ഒരു അപ്പോയിൻമെൻറ്റ് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെ കാണിക്കാം. കൺസൾട്ടിങ് അവിടെയാണ് കണ്ണിൻ്റെ. അങ്ങനെ കുട്ടികളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ പോയപ്പോൾ അവിടെ ഒരുപാട് കുട്ടികൾ അവിടെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഈസ്നെ പറഞ്ഞ് ഞാനിവിടുന്ന് കളിക്കട്ടെ പാപ്പ. ഞാൻ പറഞ്ഞാൽ ഓക്കെ, നീ അവിടെ ഇരിക്കുക, ഞാൻ പുറത്തുണ്ട്. നമുക്ക് അപ്പുറത്താണുള്ളത് 201 തന്നെ 2 സെക്ഷനായിട്ടുള്ളതുണ്ട്. ഓക്കെ, അപ്പുറത്തെ സൈഡിലാണ്. അതാ ഓക്കെ അവിടെ കാണുന്നതാണ്. അങ്ങനെ ഇസ്നെ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് എക്സ്റേ ചെയ്തിട്ട് എടി കാണിച്ചപ്പോൾ എക്സ്റേ എടുക്കാനാണ് പറഞ്ഞത്. 2 എക്സ്റേ എടുക്കണം. ഓക്കെ, അപ്പോൾ 2 എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് 120 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. നിൻ്റെ ക്യാമ്പിൻ്റെ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് അതിലൊത്ത് 20% ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. 96 രൂപ. ഓക്കെ, അപ്പോൾ ഇനി പോയിട്ട് എക്സ്റേ എടുത്തിട്ട് രണ്ടാമത് ഇവിടെ വന്ന് കാണിക്കണം. ഞങ്ങളിത് എക്സ്റേ എടുത്തിട്ട് ഇങ്ങനെ റിസൾട്ടിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ റിസൾട്ട് കിട്ടിയിട്ട് പെണ്ണെ നിൻ്റെ കാര്യം പോക്കാം. നിൻ്റെ 2 പല്ല് റൂട്ട് കനാൽ ചെയ്യണം. 9-ാം തീയതി, അടുത്ത മാസം 9-ാം തീയതി അതിന് ടൈം തന്നിട്ടില്ല. കേൾക്കുന്നുണ്ടാ? ഇങ്ങോട്ട് നോക്ക്. അതുകൂടാതെ നിൻ്റെ വായി തുറന്നേ. പടച്ചോണേ കംപ്ലീറ്റ് പോക്കാം. ഞാനിപ്പോൾ പുതിയ പല്ലൊക്കെ കേട് വന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്യണമെന്നാണ്. അപ്പോൾ ഇതൊക്കെ 2 പല്ല് അടക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൂടാതെ എന്ന് വെച്ചാൽ 2 റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടം പോലെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ, അടിപൊളി ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് നമ്മളെ ചാനലിൽ തന്നെ. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ ഇസ്നേനെ ഡോക്ടർ ഇങ്ങനെ പരിശോധിക്കുകയാണ് ഏത് പല്ലൊക്കെയാണ് അടക്കേണ്ടത്, ഏതാണ് നമുക്കിപ്പോൾ അർജൻറ്റായിട്ട് അടക്കാൻ വേണ്ടിയിട്ടുള്ളതെന്നൊക്കെ. പൾപെക്ടമി എന്ന് പറയും. ഓക്കെ, ഇത് സാധാരണ രീതിയിലാണ് അടക്കേണ്ടി വരും. ഇത് പിറ്റാൻഫിഷർ സീലൻ്റ് എന്നൊരു പ്രൊസീജിയർ, അത് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് രണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. മറ്റേത് റൂട്ട് കനാൽ ഡേറ്റ് തന്നെ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ ഒരെണ്ണം നമ്മൾ ഇസ്നയുടെ പല്ല് അടച്ചു കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ പല്ല് അടക്കുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞില്ലേ? ഓ, ഇനി 1.5 മണിക്കൂറത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും വെള്ളം നാക്കണ്ട പറഞ്ഞ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ റേറ്റ് വന്നിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഡബിൾ വരുന്നതായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. 2 പല്ല് അടച്ചിട്ടുണ്ടായിരുന്നു. അതിന് 380 രൂപയായിരുന്നു വരുന്നത്. അപ്പോൾ അതിൽ ഒരു പല്ല് അടച്ചത് ഫ്രീ ആണ്. ഒരു പല്ലിന് 20% ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ ടോട്ടൽ നമുക്കിപ്പോൾ വന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 152 ഓൺലി. ഓക്കെ, അടിപൊളി. എന്താ വരില്ല? ഓക്കെ, ഇതാ നമ്മളെ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 9-ാം തീയതിയാണ് നമുക്കിനി വരേണ്ടത്. മാഹി ദന്തൽ കോളേജ് ഭയങ്കര എന്താ പറയണ്ടേ, എല്ലാ സാധാരണക്കാർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്.
അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അടുത്ത് തന്നെ ഇൻഷാല്ല ഞാൻ അറിയിക്കാം. അപ്പം പോവാ നമുക്ക്. ഞാൻ എന്താക്കുന്ന കളി പാവം കടയിൽ കച്ചവടം ചെയ്തൊക്കെ ഉണ്ടാവുക, നമുക്ക് നോക്കാം. നമ്മൾ തിരിച്ചിതാ വീട്ടിൽ ഷോപ്പിലെത്തിയിട്ടുണ്ട്. വാ ഇറങ്ങിക്കാം. 2 പല്ല് അടച്ച് ചെയ്യാ, ഓളെ ഫുള്ള് പല്ല് പോക്കാ. ഇനി എന്താ പറയണ്ടേ, 4 പല്ല, 2 പല്ല് റൂട്ട് കനാൽ ചെയ്യുന്നുണ്ട്. ഓളെ കുറേ പണിയുണ്ട് ഇനി. അപ്പോൾ ഇനിയും വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങ് പോന്നിക്കുന്നുണ്ട്. ആ 2 അടച്ചോളെ ഉള്ളിലുള്ള മേലത്തെ 2 വലത്തെ സൈഡിൽ നിന്റെ ഉണ്ടല്ലേ. നമുക്ക് പോവാ ഇനി കാണിക്കാൻ. വലിയ ഓട്ടയ്ക്കുണ്ടല്ലേ. എന്നാ ഓക്കെ. അപ്പൊ അടിപൊളി ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇസ്നെ ഭയങ്കര ഹാപ്പി അല്ലേ, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്തിട്ട്, കുട്ടികളുടെ ട്രീറ്റ്മെന്റിൽ ഭയങ്കര കെയർ ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അതുമാത്രമല്ല എക്സ്റേ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെന്റൽ കോളേജ് ആണ്, എല്ലാ ഫെസിലിറ്റിയും അവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഈ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ് കൊടുത്തിട്ടുണ്ട്. ആ കാർഡുള്ള കുട്ടികൾ അവിടെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ 20 to 30% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അതുകൂടാതെ വെച്ചാൽ ചില ട്രീറ്റ്മെന്റ് ഫ്രീയും ആണ് ഈ കാർഡ് ഉള്ള കുട്ടികൾക്ക്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും യൂസ് ചെയ്യുക, എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഇങ്ങനെയുള്ള ഓഫർ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ആരും മറക്കണ്ട. ഡെന്റൽ കോളേജ് ചാലക്കരയിലുള്ളത്. എല്ലാവരും പോവുക, എന്നിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ അഭിപ്രായം നമ്മളെ കമൻറ്റ് രൂപത്തിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ അപ്പം ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത മക്കളെ. മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് ബൈ.